واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ, യാതൊന്നിനെയും അവന്റെ പങ്കാളിയായി കൽപ്പിക്കാതിരിക്കുവിൻ. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുവിൻ. ബന്ധുക്കളോടും അനാഥരോടും അഗതികളോടും നന്നായി പെരുമാറുവിൻ. ബന്ധുക്കളായ അയൽക്കാരോടും സഹവാസികളോടും സഞ്ചാരികളോടും നിങ്ങളുടെ അധീനതയിലുള്ള ദാസന്മാരോടും നന്നായി വർത്തിക്കുവിൻ. അഹന്തയാൽ വഞ്ചിതരായി നിഗളിക്കുന്ന ആരെയും അല്ലാഹു ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അസ്വാഹിബു ബിൽ ജൻബി എന്ന മൂലവാക്യത്തിന്റെ ഉദ്ദേശ്യം സഹചാരിയായ സുഹൃത്തും ഏതെങ്കിലും സന്ദർഭത്തിലുള്ള കൂട്ടാളിയുമാണ്. അങ്ങാടിയിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒന്നിച്ചു ചേർന്ന കൂട്ടുകാരൻ, ചന്തയിൽ കച്ചവട ഇടപാട് നടത്തുമ്പോൾ കൂടെയിരുന്ന് കച്ചവടം നടത്തുന്നവൻ, യാത്രയിലെ സഹയാത്രികൻ, ഇങ്ങനെയുള്ള താൽക്കാലിക സഹവാസം പോലും സംസ്കാരവും മാന്യതയുമുള്ള മനുഷ്യനിൽ ഒരു ബാധ്യത അർപ്പിക്കുന്നുണ്ട്. ആ സഹവാസിയുമായി കഴിയുന്നത്ര നന്നായി പെരുമാറുകയും അയാൾക്ക് വിഷമം വരുത്തിവെക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് അതിന്റെ താൽപര്യം. الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا. സ്വയം ലുബ്ധരായി ആളുകളോട് ലുബ്ധ് ഉപദേശിക്കുകയും അല്ലാഹു ഏകിയ അനുഗ്രഹങ്ങൾ പൂഴ്ത്തിവെക്കുകയും ചെയ്യുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അത്തരം നന്ദികെട്ടവർക്കായി ഹീനമായ ശിക്ഷയാകുന്നു നാം ഒരുക്കിവെച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ അനുഗ്രഹം പൂഴ്ത്തിവെക്കുക എന്നാൽ അല്ലാഹു തനിക്ക് ഒരനുഗ്രഹവും ചെയ്തിട്ടില്ലെന്ന മട്ടിൽ പെരുമാറുകയാണ്. അല്ലാഹു ഒരാൾക്ക് ധനം നൽകിയിരിക്കെ തന്റെ സ്ഥിതിയേക്കാൾ താഴ്ന്ന് അവശനെപ്പോലെ ജീവിക്കുന്നത് ഇതിനുദാഹരണമാണ്. തന്റെയോ കുടുംബത്തിന്റെയോ ന്യായമായ ആവശ്യത്തിന് ചെലവഴിക്കുകയില്ല. ദൈവമാർഗത്തിലോ നല്ല കാര്യങ്ങളിലോ പങ്കുവഹിക്കുകയില്ല. ആളുകൾ കണ്ടാൽ പാവം, മഹാദരിദ്രൻ എന്നേ തോന്നുകയുള്ളൂ. ഈ സ്വഭാവം വാസ്തവത്തിൽ അല്ലാഹുവിനോടുള്ള കടുത്ത നന്ദികേടാണ്. നബി തിരുമേനി അരുൾ ചെയ്തിരിക്കുന്നു, അല്ലാഹു ഒരാൾക്ക് വല്ല അനുഗ്രഹവും ചെയ്താൽ അതിന്റെ അടയാളം അവനിൽ പ്രത്യക്ഷപ്പെട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അതായത് അവന്റെ ഭക്ഷ്യപാനീയങ്ങൾ, പെരുമാറ്റം, വസ്ത്രം, പാർപ്പിടം എല്ലാം തന്നെ അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ പ്രകടിപ്പിക്കുന്നതായിരിക്കണം. والذين ينفقون أموالهم رئاء الناس ولا يؤمنون بالله ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കാതെ ജനസമ്മതിക്ക് വേണ്ടി മാത്രം ധനം ചെലവഴിക്കുന്ന ആളുകളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. സത്യമിതത്രേ, സാത്താൻ ആരുടെ കൂട്ടാളിയാകുന്നുവോ അവന്റെ കൂട്ട് അത്യന്തം ദുഷിച്ചുപോയി. وماذا عليهم لو آمنوا بالله واليوم الآخر وأنفقوا مما رزقهم الله وكان الله بهم عليما. എന്നാൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അല്ലാഹു നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്താൽ അവർക്കെന്തു ദോഷം? അവർ അവിധം ചെയ്യുകയാണെങ്കിലോ അല്ലാഹു അവരുടെ സുകൃതങ്ങളെക്കുറിച്ച് അജ്ഞനായിരിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറഹ വഇൻ തകു ഹസനതൻ യുദാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അസീമാ. അല്ലാഹു ആരോടും അണു അളവ് അനീതി കാണിക്കുന്നതല്ല തന്നെ. ഒരുവൻ ഒരു നന്മ ചെയ്താൽ അല്ലാഹു അതിനെ ഇരട്ടിപ്പിക്കുന്നു, എന്നിട്ട് അവങ്കൽ നിന്ന് മഹത്തായ പ്രതിഫലം നൽകുന്നു.
فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഒന്നോർത്തു നോക്കുവിൻ, നാം സകല സമുദായത്തിനും ഓരോ സാക്ഷിയെയും, ഈ സമുദായത്തിന്റെ സാക്ഷിയായി നിന്നെയും, അതായത് മുഹമ്മദ് നബിയെയും ഹാജരാക്കുന്ന ആ സന്ദർഭത്തിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഓരോ കാലഘട്ടത്തിലും നിയുക്തനായ പ്രവാചകൻ അതത് കാലക്കാരുടെ പേരിൽ ദൈവത്തിന്റെ കോടതിയിൽ ഇങ്ങനെ മൊഴി നൽകും: നാഥ, നീ എനിക്കരുളിയ ജീവിത സന്ദേശവും ചിന്താകർമ്മ പദ്ധതിയും ഞാൻ ഇവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അനന്തരം മുഹമ്മദ് നബിയും തന്റെ ജനതയുടെ പേരിൽ ഇതേ മൊഴി നൽകും. തിരുമേനിയുടെ കാലഘട്ടം അവിടുത്തെ നിയോഗം മുതൽ അന്ത്യനാൾ വരെയാണെന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. സൂറ ആലു ഇമ്രാൻ 81 സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ അക്കാര്യം വിശദീകരിച്ചിരിക്കുന്നു. يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض ولا يكتمون الله حديثا. സത്യത്തെ നിഷേധിക്കുകയും ദൈവദൂതനെ ധിക്കരിക്കുകയും ചെയ്തവർ അന്നാളിൽ മോഹിച്ചു പോകും. ഈ ഭൂമി പിളർന്ന് തങ്ങളെ വിഴുങ്ങിക്കൊണ്ട് നിരപ്പായെങ്കിൽ അവിടെ ഒരു സംഗതിയും അല്ലാഹുവിങ്കൽ നിന്നു മറച്ചുവെക്കാൻ അവർക്ക് കഴിയുകയില്ല. يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون ولا جنبا إلا عابري سبيل حتى تغتسلوا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا. അല്ലയോ വിശ്വസിച്ചവരെ, ലഹരി ബാധിച്ചവരായി നമസ്കരിക്കാതിരിക്കുക. നിങ്ങൾ പറയുന്നതെന്താണെന്ന് ബോധമുള്ളപ്പോഴാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. ജനാബത്തുള്ളപ്പോഴും കുളിക്കുന്നതുവരെ നമസ്കാരത്തെ സമീപിക്കാവതല്ല, വഴി കടന്നു പോകുന്നവരായല്ലാതെ. ഇനി നിങ്ങൾ രോഗികളോ യാത്രയിലോ ആയാൽ, അല്ലെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും വിസർജനം ചെയ്യേണ്ടി വന്നാൽ, അതുമല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ വന്നാൽ, അത്തരം സന്ദർഭങ്ങളിൽ ശുചിയുള്ള മണ്ണ് ഉപയോഗിച്ചുകൊള്ളുക. അതുകൊണ്ട് മുഖങ്ങളും കരങ്ങളും തലോടുക. നിസ്സംശയം അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനും പൊറുക്കുന്നവനുമാകുന്നു. മദ്യപാനത്തെക്കുറിച്ച് വന്ന രണ്ടാമത്തെ കൽപ്പനയാണിത്. അൽ ബഖറ 219 സൂക്തത്തിൽ വന്ന വിധിയാണ് ഒന്നാമത്തേത്. മദ്യം ചീത്തയാണെന്ന് പറയുകയാണ് അവിടെ ചെയ്തത്. മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം അന്നു മുതലേ മദ്യപാനം വർജിച്ചു തുടങ്ങി. പക്ഷെ വളരെ പേർ പിന്നെയും കുടിച്ചിരുന്നു. ചിലപ്പോൾ മത്തന്മാരായി നമസ്കരിക്കാൻ നിൽക്കുകയും നമസ്കാരം തന്നെ തെറ്റിപ്പോവുകയും ചെയ്തിരുന്നു. ലഹരിബാധിതരായി നമസ്കരിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഈ രണ്ടാമത്തെ കൽപ്പന അവതരിച്ചത് ഹിജ്റ 4 വർഷത്തിലാവണം. ഇതിന്റെ ഫലമായി ജനങ്ങൾ മദ്യപാനത്തിന്റെ സമയത്തിൽ മാറ്റം വരുത്തി. ലഹരിയുടെ അവസ്ഥയിൽ നമസ്കരിക്കേണ്ടി വരുമെന്ന ആശങ്ക തോന്നുമ്പോഴൊന്നും കുടിക്കാതായി. ഇതിനുശേഷം കുറച്ചു കഴിഞ്ഞാണ് മദ്യപാനം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള അൽ മാഇദ സൂറയിലെ 90-91 സൂക്തങ്ങൾ അവതരിച്ചത്. ഇവിടെ ഒരു സംഗതി വിശേഷിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. ലഹരി ബാധിച്ചവരായി എന്ന വാക്ക് കുറിക്കുന്നത് ഈ വിധി മദ്യത്തെ മാത്രമല്ല, എല്ലാ ലഹരി പദാർത്ഥങ്ങളെയും ബാധിക്കുന്നുണ്ടെന്നാണ്. ഈ വിധി ഇന്നും നിലവിലുണ്ട്. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം സ്വയം നിഷിദ്ധമാണ്. ലഹരി സമയത്ത് നമസ്കരിക്കുന്നതാകട്ടെ കൂടുതൽ ഭയങ്കരവും കഠോരവുമായ കുറ്റമാകുന്നു. നമസ്കാരത്തിൽ ഉരുവിടുന്നത് എന്താണെന്ന് ബോധമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ്
നമസ്കാരത്തിൽ ഇടയ്ക്കിടെ ഉറക്കം തൂങ്ങിയാൽ നമസ്കാരം വിട്ട് ഉറങ്ങാൻ പോയിക്കൊള്ളട്ടെ എന്ന് തിരുമേനി നിർദ്ദേശിച്ചത്. പ്രസ്തുത ഖുർആനിക നിർദ്ദേശത്തെ ആധാരമാക്കി നമസ്കാരത്തിൽ ഉച്ചരിക്കുന്ന വചനങ്ങളുടെ അർത്ഥമറിയാത്തവന്റെ നമസ്കാരം സ്വീകാര്യമല്ലെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. അതൊരു തീവ്രവാദമാണ്. ഖുർആന്റെ വാക്കുകൾ അതിന് സഹായകമല്ല. ഗ്രഹിക്കുക എന്നർത്ഥം ധ്വനിപ്പിക്കുന്ന പദമല്ല, അറിയുക എന്നർത്ഥം കുറിക്കുന്ന ഇൽമ് എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനാൽ സുബോധത്തോടുകൂടിയാവണം നമസ്കാരം എന്നേ വരുന്നുള്ളൂ. തന്റെ നാവുകൊണ്ട് എന്താണ് പറയുന്നത് എന്ന് അറിയണമെന്നർത്ഥം. നിന്നത് നമസ്കരിക്കാനാണെങ്കിലും തുടങ്ങിയത് പാട്ടുപാടാൻ എന്ന സ്ഥിതിയാവരുത്. അകൽച്ച, അന്യത എന്നൊക്കെയാണ് ജനാബത്തിന്റെ ഭാഷാർത്ഥം. ശരീരത്തിന്റെ സാങ്കേതിക ഭാഷയിൽ സംയോഗം കൊണ്ടോ ഇന്ദ്രിയ സ്ഖലനം കൊണ്ടോ ശരീരശുദ്ധി അകന്നു പോവുകയാണ് ജനാബത്ത്. വഴി കടന്നു പോകുന്നവരുമല്ലാതെ എന്ന വാക്യത്തിന് ഒരു വിഭാഗം ഖുർആൻ വ്യാഖ്യാതാക്കളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും നൽകിയ അർത്ഥമിതാണ്: വല്ല കാരണവശാലും ജനാബത്തുകാരൻ പള്ളിയിൽ പ്രവേശിച്ചാൽ അതിൽ തങ്ങാതെ വേഗം പുറത്തുവരണം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, അനസ്ബിനു മാലിക്, ഹസൻ ബസ്രി, ഇബ്രാഹിം മുന്നഹി മുതലായ മഹാന്മാരെല്ലാം ഈ വ്യാഖ്യാനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊരു വിഭാഗം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാത്രയാണ്. അതായത് യാത്രാവേളയിൽ ജനാബത്തുകാരൻ കുളിക്കാതെ തയമ്മും ചെയ്ത് നമസ്കരിക്കണം. അലി, ഇബ്നു അബ്ബാസ്, സയ്യിദ് ബിനു ജുബൈർ തുടങ്ങിയവരുടെ വ്യാഖ്യാനമാണിത്. ജനാബത്തുകാരന് വുളു ഉണ്ടെങ്കിൽ പള്ളിയിൽ തങ്ങുന്നത് അനുവദനീയമാണ് എന്നാണ് അവർ പറയുന്നത്. യാത്രാവസരത്തിൽ കുളിക്കാൻ സൗകര്യമില്ല എങ്കിൽ ജനാബത്തുകാരന് തയമ്മും ചെയ്ത് നമസ്കരിക്കാമെന്ന കാര്യത്തിൽ ഇരുവിഭാഗവും ഏറെക്കുറെ യോജിക്കുന്നുണ്ട്. എന്നാൽ ഈ ആയത്തിനെ ആധാരമാക്കിയല്ല ആദ്യപക്ഷക്കാർ ആ അഭിപ്രായം അംഗീകരിച്ചിരിക്കുന്നത്, മറിച്ച് ഹദീസുകളെ പ്രമാണമാക്കിയാണ്. രണ്ടാമത്തെ വിഭാഗമാകട്ടെ പ്രകൃത ഖുർആൻ വാക്യം അതിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നു. മൂലവാക്യത്തിലെ ലാമസ എന്ന ശബ്ദത്തെയാണ് സ്പർശിക്കുക എന്ന് തർജ്ജമ ചെയ്തത്. അലി, ഇബ്നു അബ്ബാസ്, അബു മൂസൽ അശ്അരി, ഉബയ്യ് കഅബ്, സയ്യിദ് ബിനു ജുബൈർ, ഹസൻ ബസ്രി മുതൽ ഒട്ടനേകം മഹാന്മാരുടെ അഭിപ്രായത്തിൽ സ്പർശനം കൊണ്ടുള്ള വിവക്ഷ സംഭോഗമാണ്. ഇമാം അബൂ ഹനീഫയും ശിഷ്യന്മാരും സുഫിയാനു സൗരിയും ഇതേ അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മറ്റൊരു വിഭാഗത്തിന്റെ അഭിപ്രായത്തിൽ സാധാരണ സ്പർശം തന്നെയാണ് ഉദ്ദേശ്യം. അപ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ ശരീരാംശങ്ങൾ പരസ്പരം സ്പർശിച്ചാൽ വുളു മുറിയും. ഇതേ അഭിപ്രായമാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, അബ്ദുല്ലാഹിബ്നു ഉമർ എന്നിവർക്കുള്ളത്. ചില റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവും പ്രകാരം ഉമർ റളിയല്ലാഹു അൻഹുവും ഈ അഭിപ്രായക്കാരനാണ്. ഇതേ അഭിപ്രായമാണ് ഇമാം ഷാഫിഈ ബലപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടു പക്ഷങ്ങളുടെയും മധ്യത്തിൽ വർത്തിക്കുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണമായി, വെറും സ്പർശം കൊണ്ട് വുളുവിന് ദോഷമൊന്നുമില്ലെങ്കിലും ഭാര്യയോ ഭർത്താവോ കാമവികാരത്തോടെ സ്പർശിച്ചാൽ വുളു മുറിയുമെന്നാണ് ഇമാം മാലിക്കിന്റെ അഭിപ്രായം. ഒരാൾക്ക് വുളുവോ കുളിയോ നിർവഹിക്കേണ്ടി വന്നു, വെള്ളം കിട്ടാനില്ല, എന്നാൽ തയമ്മും ചെയ്ത് നമസ്കരിക്കാം. ഇതുപോലെ രോഗാവസരത്തിലും വെള്ളം ഉപയോഗിക്കുന്ന പക്ഷം ആരോഗ്യഹാനിയുണ്ടാകുമെന്ന് ശങ്കിക്കുമ്പോഴും തയമ്മും അനുവദനീയമാണ്. ഉദ്ദേശിക്കുക, ലക്ഷ്യമാക്കുക എന്നൊക്കെയാണ് തയമ്മും എന്ന വാക്കിന്റെ അർത്ഥം. വെള്ളം കിട്ടാതിരിക്കുകയോ കിട്ടുമെങ്കിലും ഉപയോഗിക്കാൻ സാധ്യമല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ ശുദ്ധിയുള്ള മണ്ണിനെ ലക്ഷ്യമാക്കി ചെല്ലുക എന്നാണിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. തയമ്മുമിന്റെ രീതി എങ്ങനെ? ഫുഖഹാഇനിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഒരു പ്രാവശ്യം 2 കൈപ്പത്തികളും മണ്ണിലടിച്ച് അവ കൊണ്ട് മുഖം തടവി പിന്നെയും മണ്ണിലടിച്ച് കൈകൾ രണ്ടും മുട്ടുവരെ തടവുക. ഇതാണ് തയമ്മുമിന്റെ രൂപമെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. അബൂ ഹനീഫ, ഷാഫിഈ, മാലിക് തുടങ്ങി ഭൂരിപക്ഷം ഫുഖഹാഇന്റെയും അഭിപ്രായം ഇതത്രേ. അലി, അബ്ദുല്ലാഹിബ്നു ഉമർ, ഹസൻ ബസ്രി, ഷഅബി, സാലിംബ്നു അബ്ദില്ല മുതലായ സ്വഹാബത്തിലും താബിഈകളിലും പെട്ട ഒട്ടനേകം പണ്ഡിതന്മാരും ഇത് അംഗീകരിക്കുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: മണ്ണിൽ ഒറ്റ തവണ അടിച്ചാൽ മതി, അതുകൊണ്ട് മുഖവും കൈകളും തടവണം. കൈകൾ മണികണ്ഠം വരെ തടവിയാൽ മതി, മുട്ടുകൾ തടവേണ്ടതില്ല. ഇതാണ് അത്വാ, മക്ഹൂൽ, ഔസായി, അഹ്മദ് ബിൻ ഹംബൽ തുടങ്ങിയവരുടെ അഭിപ്രായം. അഹ്ലുൽ ഹദീസ് പൊതുവെ സ്വീകരിച്ചതും ഇതേ വീക്ഷണമാകുന്നു. തനി മണ്ണിൽ തന്നെ കൈകൊണ്ടടിക്കണമെന്നില്ല. മണ്ണ് പുരണ്ടതോ ഭൂമിയുടെ അംശങ്ങളിൽപ്പെട്ടതോ ആയ ഏതു വസ്തുവിലടിച്ചാലും തയമ്മും സാധുവാകും. കൈ മണ്ണിലടിച്ച് മുഖവും കൈയും തടവുന്നതുകൊണ്ട് ശുദ്ധീകരണം സാധിക്കുന്നതെങ്ങനെ എന്ന് ചോദിച്ചേക്കാം. വാസ്തവത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ശുചിത്വബോധവും നമസ്കാരത്തിന്റെ പവിത്രതയും നിലനിർത്തുകയാണ്. അതിനായുള്ള മനഃശാസ്ത്രപരമായ ഒരു പ്രധാന ഉപായമാണിത്. വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത കാലമത്രയും ശുചീകരണബോധം വിശ്വാസിയിൽ നിലനിൽക്കണം. ശരീഅത്ത് നിർദ്ദേശിച്ച ശുദ്ധീകരണ നിയമങ്ങൾ അവൻ മാനിക്കണം. നമസ്കാരം സ്വീകാര്യവും അസ്വീകാര്യവുമായിരിക്കുന്ന അവസരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഹൃദയത്തിൽ നിന്ന് മാഞ്ഞുപോവരുത്. ഇതൊക്കെയാണ് തയമ്മുമിന്റെ ഉദ്ദേശം.